ഹായ്, നമ്മളിന്നൊരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 500 ഗ്രാം നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 300 ഗ്രാം വെളുത്തുള്ളി, 4 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കടുക്, 4 വറ്റൽ മുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 3 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ കായപ്പൊടി. ഇത്രയാണ് ഇതിനു വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത്. ഇനി ഈ നാരങ്ങയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉപ്പ്, മുളക് പൊടി എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക. ഈ നാരങ്ങ നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് വെച്ചിരുന്നതാണ്. എന്നിട്ടാണ് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇത് നന്നായിട്ട് പുരട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് അരമണിക്കൂർ വെക്കാം. അപ്പോൾ ഇതിനകത്തെ ഉപ്പും നാരങ്ങയുടെ നീരൊക്കെ ഇറങ്ങി നല്ല ഗ്രേവി പോലാവും. കാര്യം ഇതിനകത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളമോ വിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല. നല്ലെണ്ണ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് വെക്കാം, പൂപ്പിൽ കയറത്തില്ല. നനവുള്ള സ്പൂൺ കൊണ്ടോ നനഞ്ഞ ഒരു സാധനം കൊണ്ടോ ഇതിനകത്ത് തൊടരുത്. തൊട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് പൂപ്പാവും. അതുപോലെ ഇത് പ്ലാസ്റ്റിക്കിൽ ഇട്ട് വെക്കരുത്, കുപ്പിപ്പാത്രങ്ങളിൽ ഇട്ട് വെക്കാവൂ. ഇനി അതിനായിട്ട് നമ്മൾ വെളുത്തുള്ളി വറുക്കുന്നതിനായിട്ട് ഒരു പാൻ ഗ്യാസിൽ വയ്ക്കാം. അതിലേക്ക് 4 സ്പൂൺ നല്ലെണ്ണ. വെളിച്ചെണ്ണ ചേർത്ത് ഉണ്ടാക്കാം, പക്ഷേ കുറച്ച് നാൾ വെച്ചേക്കാനാണെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. 4 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 1/2 കിലോ നാരങ്ങയ്ക്ക് ഒരു 150-200 ഗ്രാമിനകത്ത് വെളുത്തുള്ളി മതി. കൂടുതലിടുന്തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഞാൻ 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെളുത്തുള്ളി നല്ല ബ്രൗൺ നിറം ആവുന്നിടം വരെ നമ്മൾ വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്നിലും വെള്ളമയം ഉണ്ടാവരുത്. ഇനി ഏതെങ്കിലും തരത്തിൽ വെള്ളമയം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്പം വിനാഗിരി ചേർക്കണം അവസാനം. ഇതിനകത്ത് വിനാഗിരി ചേർക്കുന്നില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഫ്രൈ ആക്കി എടുക്കുക. ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു ചട്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ സെറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്കിനി നമ്മളൊരു 4 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടു വറക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതിനുശേഷം കടുകിടാം. നാരങ്ങ നമ്മൾ അധികം വേവിച്ചിട്ടില്ല, ചെറുതായിട്ട് ഒന്ന് ഇതായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഇരുന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ഒരു 10-20 ദിവസത്തിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. ഉടനെ തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ നാരങ്ങ ഒന്നുകൂടെ ആവി കയറ്റിയൊക്കെ എടുക്കാം. പക്ഷെ ഒരുപാട് വേവാതെടുക്കുന്നതാണ് നല്ലത്. ഈ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 പീസ് വറ്റൽ മുളക്, 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഇഞ്ചി നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക്
വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ, ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്, നല്ല വെള്ളമൊക്കെ ഇറങ്ങി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരണം. വീണ്ടും ഞാൻ ഗ്യാസ് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയോ കായമോ ചേർക്കാം. കായമാണെങ്കിൽ നമ്മൾ എണ്ണയിൽ ചൂടാക്കിയിട്ട് പൊടിച്ചാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ഈ അരപ്പൊക്കെ ഒന്ന് ചൂടായാൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ നോക്കണം. ഇതിനകത്തിപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. ഇപ്പോൾ അച്ചാർ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അച്ചാറെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് ആറിയതിന് ശേഷമാണ് നമ്മൾ കുപ്പിയിലിട്ട് വെക്കേണ്ടത്. ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നന്നായിട്ട് ആറിയ ശേഷമേ ഇത് ഇട്ട് വെക്കത്തുള്ളൂ. എയർ ടൈറ്റായിട്ടുള്ള കുപ്പി വേണം. അതുപോലെ തന്നെ നമ്മളൊരു 10 ദിവസമൊക്കെ ആകുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നോക്കുക, നനവില്ലാത്ത സ്പൂൺ കൊണ്ട്. പുളി ഇറങ്ങി ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ശകലം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വയ്ക്കുക. ഒരു 20 ദിവസമൊക്കെ ആകുമ്പോൾ ഇത് നന്നായിട്ട് നാരങ്ങയൊക്കെ നല്ല കറക്റ്റ് പരുവമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാം നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. ആറിയതിന് ശേഷമേ ഇതിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിതുണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ വെള്ളമയോ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ 2 സ്പൂൺ വിനാഗിരി ചേർക്കാം. അവസാനം ഗ്യാസ് ഓഫ് ചെയ്തിട്ട്. ഇതിനകത്തിപ്പം വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. ഇത് വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.